ഇപ്പോൾ സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ടയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് നോക്കണം. സുജു, മഴയുണ്ടോ ഇപ്പോൾ? ഇന്നത്തെ ജാഗ്രതാ മുന്നറിയിപ്പ് എന്താണ്? മനു, ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ടയിലുള്ളത്. മഴ പെയ്യുന്നുണ്ട്. ചാറ്റൽ മഴയാണ് പത്തനംതിട്ട നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ പെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങളിലും സമാനമായ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ മഴയുടെ ശക്തി കുറയുകയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് പത്തനംതിട്ടയിലുള്ളത്. എന്നാൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. അതും ഒരു ഇതാണ് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും അപ്പർ കുട്ടനാട് മേഖലയിലുള്ള ജനങ്ങളുടെ അവസ്ഥയാണ്. കാരണം തുടർച്ചയായി ശക്തമായ മഴ പെയ്യുമ്പോൾ അത് പെയ്ത്തുവെള്ളം അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് എത്തുകയും അവിടെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാ വർഷവും ഉള്ളതാണ്. എന്നാൽ ഇന്നലെ അപ്പർ കുട്ടനാട് മേഖലയിൽ നമ്മൾ സഞ്ചരിച്ചപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലും അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ മഴയില്ല. അത് പ്രേക്ഷകർ സൂചിപ്പിച്ചതും ശരിയാണ്. അമ്പിളി എന്ന മലയാളപ്പുഴയിൽ നിന്ന് പറയുമ്പോൾ മറ്റൊരു പ്രേക്ഷകൻ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള മഴയുടെ അളവ് ലഭിക്കുന്ന വിവിധ തരത്തിലാണ്. എന്നാലും പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പത്തനംതിട്ടയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നദികളിലൊന്നും തന്നെ അപകടകരം വിധം ജലനിരപ്പ് ഉയർന്നിട്ടില്ലെന്നും ആശ്വാസകരമാണ്. എന്തായാലും ജാഗ്രത തുടരുക എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മനു, ശരി, ഏതായാലും തൽക്കാലത്തേക്ക് മഴയുണ്ട്, പക്ഷേ എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുക. അതുതന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവരും സുരക്ഷിതരായിരുന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാം എന്നതാണ്